ഡിയർ ഫ്രണ്ട്സ്, ഇത് മലയാളം പ്രണയകഥകളാണ്. ഈ കഥയുടെ ആദ്യ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് വരാൻ മറക്കരുതേ. കാരണം ഇന്നത്തെ ഭാഗം അതിൻ്റെ തുടർച്ചയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കഥ തുടങ്ങാം. ഓ, ഒന്നിങ്ങാഞ്ഞ് നടക്കട തിണ്ടി. ആടിക്കുഴഞ്ഞ സാവകാശം നടന്നു വരുന്ന ശിവയെ കാണേ മുറ്റത്ത് തന്നെ അവനെ കാത്തിരുന്ന സച്ചു പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, വേഗം വന്നിട്ട് എന്തിനാ? നീ ഇവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടോ? സച്ചുൻ്റെ തിടുക്കം കണ്ടിട്ടും ശിവ അലസമായി തന്നെ ചോദിച്ചു. നിനക്ക് ബിരിയാണിയല്ല, മന്തി വിളമ്പാ ഞാൻ. ഒരു കാര്യത്തിന് വിളിക്കുമ്പോൾ അവൻ്റെ ഒരു നീ ഒന്ന് വന്നേ, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്ക്. സച്ചു നേരെ ചെന്ന് ശിവയുടെ കൈ പിടിച്ച് ആ പറമ്പിനതിരായി കെട്ടിയ കരിങ്കൽ പടവിലേക്ക് ഇരുത്തി. പാറുട്ടിയെ, ശിവേട്ടന് ഒരു കട്ടനിങ് എടുത്തേടി. സച്ചുവിൻ്റെ വീട്ടിലെ അടുക്കള ഭാഗത്തേക്ക് നോക്കി ശിവ വിളിച്ചു പറഞ്ഞു. തെങ്ങിൻ ചുവട്ടിലിരുന്ന് വെണ്ണീറും സോപ്പും കൂട്ടി കലം തേച്ചുരച്ച് കഴുകുകയായിരുന്ന പാറു കൈ കഴുകി വേഗം അടുക്കളയിലേക്ക് നടന്നു. ഡാ, ഇത് നോക്ക്. സച്ചു അവൻ്റെ മൊബൈൽ ശിവയ്ക്ക് നേർക്ക് നീട്ടി. ശിവ അലസമായി തന്നെ ആ ഫോണിലേക്ക് നോക്കി. കാണുവാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന യാമി രവീന്ദ്രൻ 22 വയസ്സ്. ഇന്നലെ രാത്രി മുതൽ എറണാകുളം ജില്ലയിൽ നിന്നും കാണാതായിട്ടുണ്ട്. മാനസിക നില തെറ്റി ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് പെൺകുട്ടിയെ കാണാതായത്. തികച്ചും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും രോഗി വയലൻ്റ് ആവുക. അതുകൊണ്ട് തന്നെ മറ്റു സമയങ്ങളിൽ തികച്ചും സൗമ്യമായ പെരുമാറ്റമായിരിക്കും. ഈ പെൺകുട്ടിയെ എവിടെയെങ്കിലും വെച്ച് കാണുന്നവർ ദയവായി ഈ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. സച്ചിൻ നീട്ടിയ ഫോണിൽ കാണുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ശിവ അല്പം ഉച്ചത്തിൽ തന്നെ വായിച്ചു. ഒരു ഞെട്ടലോ അമ്പരപ്പോ ഇല്ലാതെ ആ വാർത്തയും വായിച്ചു കൊണ്ടിരിക്കുന്നവനെ സച്ചു അന്താളിപ്പോടെ നോക്കി നിൽക്കുകയാണ്. നീ എന്താടാ ഞെട്ടാത്തത്? സച്ചു അതിശയത്തോടെ ചോദിച്ചു. എപ്പോഴും ഞെട്ടാൻ എനിക്ക് അവളെപ്പോലെ തലയ്ക്കോളമൊന്നുമില്ല. ശിവ അലക്ഷ്യമായി അങ്ങോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ നിനക്ക് ഈ വിവരം നേരത്തെ അറിയുമോ? സംശയത്തോടെ ചോദിച്ചു. കുറച്ച് മുൻപ് അറിഞ്ഞു. ഇപ്പോൾ വീട്ടിൽ ഈ സീനാ ഓടിക്കൊണ്ടിരിക്കുന്നത്. പാറു കൊണ്ടുകൊടുത്ത കട്ടൻ ചായ വാങ്ങി ചുണ്ടോട് ചേർത്ത് കൊണ്ടവൻ പറഞ്ഞു. എന്തു സീൻ? സച്ചു എൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. വേറെന്ത്, കുറച്ചു മുമ്പ് ആരോ വന്ന് ഇവളെ പിടിച്ചോണ്ട് പോയി, അത്ര തന്നെ. ശിവ തീർത്തും അലസമായി പറയുകയാണെങ്കിലും അവൻ്റെ കണ്ണുകൾ അത് സച്ചുവിൻ്റെ ഫോണിലെ യാമയുടെ ഫോട്ടോയിലായിരുന്നു. ആര്? സച്ചു ഞെട്ടലോടെ ചോദിച്ചു. എനിക്കറിയില്ല. ഏതോ പോലീസുകാരനാണെന്നാ കുഞ്ഞോള് പറഞ്ഞത്. ഏത് പോലീസുകാരൻ? ശരാ, നീ എന്താ ഇതിങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല. രാവിലെ തന്നെ കുഞ്ഞോൾ കണ്ണും നിറച്ച് വന്ന് നിന്ന് പറഞ്ഞതാ, ഏതോ പോലീസുകാരൻ വന്ന് അവളെ പിടിച്ചുകൊണ്ട് പോയി. അവൾ കരയുന്നു. അച്ഛനെ വിളിക്കാൻ പറഞ്ഞു. വന്നവൻ അത്ര ശരിയല്ല, അങ്ങനെ എന്താണ്ടൊക്കെ പറഞ്ഞു. ഉറക്കം മുറിഞ്ഞ നേരമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ശ്രദ്ധിച്ചു കേട്ടില്ല. എന്നിട്ട് നീ അത് കേട്ടിട്ടൊന്ന് പോയി നോക്കിയില്ലേ? എടാ, ഏത് പോലീസുകാരനാണ് വന്നത്? വനിതാ പോലീസ് ഉണ്ടായിരുന്നോ അയാളുടെ കൂടെ? അതോ അവളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നോ? സച്ചു വല്ലാത്ത പകപ്പോടെ ചോദിച്ചു. എനിക്കറിയില്ല. ശിവ മറ്റെങ്ങ് നോക്കിയിരുന്നു. നിനക്കറിയില്ലെന്ന് പറഞ്ഞ ഡാ, അതൊരു പെണ്ണാണ്. നാളെ വല്ല റേപ്പോ മർഡറോ ഒക്കെ ആയ കുടുങ്ങുന്നത് വീട്ടുകാരാ. സച്ചു ശിവയെ ശക്തമായി അവൻ്റെ നേർക്ക് പിടിച്ചു തിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും ഉണ്ടാവില്ല. പ്രശ്നങ്ങളൊക്കെ അച്ഛനറിയാമെന്നാ കുഞ്ഞോളെ സംസാരം കേട്ടപ്പോൾ തോന്നിയത്. അമ്മ അച്ഛനെ വിളിച്ചു കാണും, അച്ഛൻ നോക്കിക്കോളും. നീ അത് വിട്. നമുക്കിതല്ലാതെ തന്നെ 100 കൂട്ടം പ്രശ്നം വേറെയുണ്ട്. ശിവ ഗ്ലാസ്സിലെ ചായ മുഴുവൻ കുടിയിച്ചെണീച്ചുകൊണ്ടേ പറഞ്ഞു. എന്നാലുണ്ടാ, നീ ചെയ്തത് ശരിയായില്ല. ഒരു പെണ്ണല്ലേടാ. കൊണ്ടുപോയവൻ അത്ര ശരിയല്ലെന്ന് കുഞ്ഞോള് പറയും ചെയ്തു. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവൾക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലെന്ന് നമുക്ക് മനസ്സിലായതല്ലേ. എന്തോ വലിയ പ്രശ്നമാടാ അവൾക്ക്. ഇന്നലെ തന്നെ പുഞ്ചിരിയോടെ നോക്കി നിന്ന യാമയുടെ മുഖം ഓർക്കെ സച്ചു സഹതാപത്തോടെ പറഞ്ഞു. എന്നാൽ നീ ചെങ്ങങ്ങ് രക്ഷിച്ചു കൊണ്ടുവാ. അല്ല പിന്നെ, ദാ പുല്ലേ, എന്തോ കാര്യപ്പെട്ട പ്രശ്നം തന്നെയാ, സമ്മതിച്ചു. അതെനിക്കും മനസ്സിലായി എന്ന് കരുതി പാവം തോന്നി ഞാനെങ്ങാനും ആ വിഷയത്തിൽ കയറി ഇടപെട്ട പിന്നെ അതിൻ്റെ പേരിൽ അവൻ വീട്ടിലും പ്രശ്നം. അച്ഛനെ അറിയാവുന്നതല്ലേ, അച്ഛൻ നോക്കിക്കോളും. അല്ലെങ്കിലേ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കാറില്ലിപ്പോൾ. അതിൻ്റെ ഇടയിൽ ഇതൂടെ എടുത്ത് നെഞ്ചത്ത് വെക്കാൻ എനിക്ക് വയ്യ. കൊണ്ടുപോയത് എറണാകുളം രജിസ്ട്രേഷൻ വണ്ടി തന്നെയാ. ഞാൻ നമ്പർ നോക്കി. താൻ ചെയ്തത് ശരിയായില്ലെന്ന് സച്ചു പറഞ്ഞതും ചെറിയൊരു കുറ്റബോധം തോന്നിയ ശിവ അത് പുറമെ പ്രകടിപ്പിക്കാതെ സ്വല്പം ദേഷ്യത്തോടെ പറഞ്ഞു. ഓ, എന്നു മുതലാ നീ അച്ഛന് ഇഷ്ടമില്ലാത്തത് ചെയ്യില്ല എന്ന തീരുമാനമൊക്കെ എടുത്തത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഡാ, ആ പ്രശ്നത്തിൽ ഇടപെടാൻ നിനക്ക് മനസ്സില്ലായിരുന്നു. അത് പറഞ്ഞാൽ മതി, അതാണ് സത്യം. സച്ചും ചെറിയ ദേഷ്യത്തോടെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ, നീ എന്താന്ന് വെച്ചാൽ കരുതിക്കോ. എനിക്കൊന്നുമില്ല.
ശിവ കയ്യിൽ ഗ്ലാസ് കോലയിലേക്ക് വെച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ശിവ, സച്ചു അവനൊപ്പം തന്നെ ചെന്നു. വീട്ടിൽ വന്ന് പിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പ്രശ്നമൊന്നും ആയിരിക്കില്ലടാ. നമ്മുടെ പാറുവിനെയും കുഞ്ഞോളെയും പോലെയൊക്കെ ഒരു പെണ്ണല്ലേടാ. അവർക്ക് എന്ത് വന്നാലും പറയാനും സഹായിക്കാനും നമ്മളുണ്ട്. യാമിക്ക് അങ്ങനെ ആരും ഉണ്ടാവില്ലടാ, സച്ചു അല്പം സൗമ്യമായി പറഞ്ഞു. അതിന് ശിവ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വിട്ടു. ശിവയുടെ മൂഡ് ശരിയല്ലെന്ന് കാണെ സച്ചു ഒരു ദീർഘശ്വാസത്തോടെ പറഞ്ഞു. പിന്നെ അങ്ങോട്ടവൻ യാമിയുടെ കാര്യം സംസാരിച്ചതേയില്ല. വൈകിട്ടൊരു 4 മണിയോടെയാണ് ശിവ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത്. അടുക്കളയിലേക്ക് കയറിയതേ കണ്ടു തലയ്ക്ക് കൈയും കൊടുത്ത് കരഞ്ഞിരിക്കുന്ന സരസ്വതി അമ്മയെ. എന്തു പറ്റി? സരസ്വതി അമ്മയെ നോക്കി സംശയത്തോടെ ചോദിച്ചു ശിവ. അവരൊന്നും മിണ്ടിയില്ല. സരസു, എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ കരയുന്നതെന്നാ ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ചെവി കേൾക്കില്ലേ? ശിവയുടെ ശബ്ദം ഉയർന്നു. ആ, വന്നല്ലോ അമ്മയുടെ പുന്നാരമോൻ. ചോദിച്ചു നോക്കമ്മേ. എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലേ ആ ദുഷ്ടനവളെ പിടിച്ചു കൊണ്ടുപോയിട്ടും ഇവൻ കയ്യും കെട്ടി നോക്കി നിന്നെന്ന്. ഡാ, ഇത്തിരി മനസ്സാക്ഷി കാണിച്ചൂടാ. ഒന്നുമില്ലെങ്കിൽ ഇവളെപ്പോലൊരു പെണ്ണല്ലേ അതും. ഹാളിൽ അമ്മയോടും കുഞ്ഞോളോടും ദേഷ്യപ്പെട്ട് കൊണ്ടിരിക്കുന്ന അഭി ശിവയുടെ ശബ്ദം അടുക്കളയിൽ നിന്ന് കേൾക്കെ അങ്ങോട്ടേക്ക് വന്ന് കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു. സുഭദ്രാമയും കുഞ്ഞോളും ആകെ ദയനീയമായി നിൽക്കുകയാണ്. അഭിയുടെ ചോദ്യം കേട്ടെങ്കിലും ശിവ മറുപടി പറയാതെ അവൻ്റെ റൂമിലേക്ക് നടന്നു. ശിവ, പെട്ടെന്നാണ് അവിടെ മറ്റൊരു ശബ്ദം ഉയർന്നത്. ശിവ മുന്നോട്ട് നടക്കാതെ അലസമായി അവിടെ തന്നെ നിന്നു. ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ നീ ഇവിടെ ഇല്ലായിരുന്നു. വീട്ടിൽ കയറി വന്നവൻ ആരാണെന്നെങ്കിലും നിനക്കൊന്ന് അന്വേഷിച്ചൂടായിരുന്നു? ആനി അവൻ്റെ മുന്നിലേക്ക് വന്ന് അല്പം സൗമ്യമായി ചോദിച്ചു. ഞാൻ കണ്ടില്ല, ഉറക്കമായിരുന്നു. ശിവ മറ്റെന്തോ നോക്കി അലസമായി പറഞ്ഞു. കള്ളമാണേട്ടാ, പച്ച കള്ളമാണ് ഇവൻ പറയുന്നത്. എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇവൻ ഇടപെടാതിരുന്ന. അല്ലെങ്കിൽ നാട്ടിലെ വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാ പ്രശ്നത്തിലും തല്ലുണ്ടാക്കാൻ ഒരുങ്ങി നിൽക്കുന്നവൻ ഈ വീട്ടിലൊരു പ്രശ്നം നടന്നപ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുമോ? അഭി രോഷത്തോടെ ചോദിച്ചു. അതെ, നിന്നോടുള്ള ദേഷ്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഇടപെടാതിരുന്നത്. നീ എന്തു ചെയ്യും? ഇത്രയും നേരം അവിടെ ഉയർന്നു കേട്ട അഭിയുടെ മനീടം ശബ്ദത്തേക്കാൾ ഉയർച്ചയിൽ ശിവയുടെ ശബ്ദം ആ വീട്ടിൽ ഉയർന്നു കേട്ടു. കുഞ്ഞോൾ ചെന്ന് പേടിയോടെ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ. അഭി അനിയെ നോക്കി ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നൊരു ചോദ്യത്തോടെ നിന്നു. ശിവ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അതെനിക്ക് ശരിയെന്ന് തോന്നുന്നതിലേ ഇടപെടും. പെട്ടെന്നൊരു ദിവസം ഏതോ ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോൾ അതിനിങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീട്ടിലുള്ളവരോട് നേരത്തെ പറയണം. എന്നോടാരും ഒന്നും പറഞ്ഞില്ല, എനിക്കൊന്നും അറിയുമില്ല. അതുകൊണ്ടാ പെണ്ണിനെ എൻ്റെ മുന്നിലിട്ട് വെട്ടിക്കൊന്നാലും ഞാൻ നോക്കി നിൽക്കും. ശിവ വല്ലാത്തൊരു ശൗര്യത്തോടെ വിളിച്ചു പറഞ്ഞതും രാജശേഖരൻ അകത്തേക്ക് കയറി വന്നതും ഒരുമിച്ചായിരുന്നു. കുഞ്ഞോളെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആനി അച്ഛനെ ബഹുമാനത്തോടെ നോക്കി നിന്നെങ്കിലും അഭി കുഞ്ഞോളെപ്പോലെ അച്ഛൻ്റെ അരികിലേക്ക് ചെന്നു. നിങ്ങളെ അവന് ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ? കുഞ്ഞോളെ ഒന്ന് ചേർത്ത് പിടിച്ച് സുഭദ്രാമയൊന്ന് നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു. ഇല്ലച്ഛ, പക്ഷേ യാമി അവളെ ഒത്തിരി ഉപദ്രവിച്ചു. കുഞ്ഞോൾ അച്ഛനെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മെല്ലെയൊന്നും മൂളിയതോടൊപ്പം രാജശേഖരൻ്റെ കണ്ണുകൾ അവരാരെയും നോക്കാതെ മറ്റെങ്ങോ നോക്കി അലസമായി നിൽക്കുന്ന ശിവയിലായിരുന്നു. രാജശേഖരൻ വന്നതറിയെ സരസ്വതിയമ്മ കരഞ്ഞുകൊണ്ട് അടുക്കളവാതിൽ ചാരി നിൽപ്പുണ്ട്. കുഞ്ഞോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ രാജശേഖരൻ മെല്ലെ ശിവയുടെ മുന്നിലേക്ക് വന്നു. ശേഖരേട്ടാ, വേണ്ട, അവനൊന്നും അറിഞ്ഞിട്ടില്ല. സുഭദ്രാമ്മ അച്ഛനും മകനും നടുവിലൊരു തടസ്സമായി നിന്നു. അയാൾ അവരെ ഒന്നും പറയാതെ മുന്നിൽ നിന്നും മാറ്റി നിർത്തി. ഇന്നിവിടുന്ന് വലിച്ചിറക്കി കൊണ്ടുപോയ പെൺകുട്ടിക്ക് പകരം ഇവൾ ആയിരുന്നെങ്കിൽ നീ നോക്കി നിൽക്കുമായിരുന്നു? രാജശേഖരൻ കുഞ്ഞോളെ തനിക്ക് മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ശിവയോട് ചോദിച്ചു. ഇല്ല. ശിവ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്റെ അമ്മയെയോ ഏട്ടത്തിയെയോ ആയിരുന്നെങ്കിൽ നീ നോക്കി നിൽക്കുമായിരുന്നു? ശേഖരൻ വീണ്ടും ചോദിച്ചു. ഇല്ല. ശിവ അതേ മറുപടി തന്നെ പറഞ്ഞു. പിന്നെ എന്താണ് നിനക്ക് ആ പെൺകുട്ടിയെ മാത്രം സഹായിക്കാൻ മനസ്സ് വരാഞ്ഞത്? കൂസലില്ലാത്ത ശിവയുടെ നിൽപ്പും ഭാവവും കാണെ ശേഖരൻ ദേഷ്യത്തോടെ ചോദിച്ചു. ശിവ ഒന്നും മിണ്ടില്ല. പറയടാ. ശേഖരൻ മുരണ്ടു. ഇതെൻ്റെ പെങ്ങളാണെന്നും ഈ നിൽക്കുന്നത് എൻ്റെ അമ്മയാണെന്നും ദേ ആ റൂമിനകത്തുള്ളത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണെന്നും എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഈ അച്ഛനീ പറഞ്ഞ ഏതാണെന്നും എനിക്കറിയില്ല. അറിയാത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല, അത്ര തന്നെ. ശിവ തല ചെരിച്ച് വെറുതെ സൈഡിലേക്ക് നോക്കിക്കൊണ്ട് അച്ഛനോട് മറുപടി പറഞ്ഞു. വെറുതെ അച്ഛ, എന്നോടുള്ള ദേഷ്യം കൊണ്ടാ ഇവൻ. അഭി, നീ മിണ്ടാതെ നിന്നെ.
ആബി ചെന്ന് അച്ഛനോട് എന്തോ പറയാൻ നിന്നതും ആനി അവനെ പിടിച്ചു പിന്നോട്ട് തന്നെ നിർത്തി. ശിവ, ആ കുട്ടി സഹായം ചോദിച്ചതും സഹായിക്കാമെന്ന് ഏറ്റതും ഞാനാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ നോക്കി നിൽക്കുമ്പോഴാണ് ആ കുട്ടിയെ അയാൾ പിടിച്ചോണ്ട് പോയത്. ശേഖരൻ ശിവയെ തൻ്റെ നേർക്ക് പിടിച്ചു തിരിച്ച് വല്ലാത്ത ദേഷ്യത്തോടെ പറഞ്ഞു. സഹായം ചോദിച്ചതും സഹായിക്കാമെന്ന് ഏറ്റതും ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞാലല്ലേ ഞാൻ അറിയൂ. ശിവ അച്ഛൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. ഇപ്പോൾ അറിഞ്ഞില്ലേ? ശേഖരൻ്റെ കണ്ണുകൾ അവനെ കോപം ആളിക്കൊണ്ട് നോക്കി. ശിവ ഒന്നും മിണ്ടില്ല. പറയടാ, ഇപ്പോൾ അറിഞ്ഞില്ലേ? ഇനി എന്താ നിന്റെ തീരുമാനം? ശേഖരൻ അവനെ നോക്കി കലിയോടെ ചോദിച്ചു. വിശക്കുന്നുണ്ട്, കുറച്ച് ചോറ് തിന്നു പോയി കിടന്നുറങ്ങണം. ശിവ വീണ്ടും അച്ഛനിൽ നിന്നും നോട്ടം മാറ്റി മറ്റെങ്ങോ നോക്കി പറഞ്ഞു. പക്ഷെ പറഞ്ഞു തീരേണ്ട താമസം രാജശേഖരൻ അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ച് കഴിഞ്ഞിരുന്നു. ഏട്ടാ, ശേഖരേട്ടാ. കുഞ്ഞോളും സുഭദ്രാമയും ഒരുപോലെ ശിവയുടെ അടുത്തേക്ക് ചെന്നു. ശിവ കടപ്പല്ലി ഞെരിച്ച് തൻ്റെ ദേഷ്യം അടക്കി. അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പാവം. അച്ഛനും അമ്മയും ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട പെണ്ണാടാ അത്. നിന്നെപ്പോലെയല്ല. കഷ്ടപ്പാടറിഞ്ഞ് പലരുടെയും ദ്രോഹം സഹിച്ച് ജീവിച്ചവൾ. ജീവിക്കാനുള്ള കൊതി കൊണ്ട് ആ മൃഗങ്ങളുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടതാ. എന്നിട്ടിപ്പോൾ തിരിച്ച് അതേ മൃഗങ്ങളുടെ കയ്യിൽ തന്നെ എത്തിപ്പെട്ടു. വല്ല റെയിൽവേ ട്രാക്കിലോ കടലിലോ കായലിലോ ശവം പൊന്നുന്നുണ്ടെങ്കിൽ നീ ഒന്ന് പോയി കാണണം. നിന്റെ ആരുമല്ലെന്ന് പറഞ്ഞ് അയാൾക്ക് കൊല്ലാനിട്ട് കൊടുത്ത ആ പെണ്ണാവും അത്. നീയൊന്നും ഒരു കാലത്ത് നന്നാവില്ലടാ. 4 നേരം വെട്ടി വീങ്ങാൻ ഞാൻ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയതുണ്ടല്ലോ. നിനക്കൊക്കെ മനുഷ്യപ്പറ്റില്ലാത്ത ജന്മം. ആ അതെ, ശിവൻ മനുഷ്യപ്പറ്റില്ലാത്തവൻ തന്നെയാ. നിങ്ങളുടെയൊക്കെ വിയർപ്പിൽ നിന്ന് കുടിച്ച് ജീവിക്കുന്നവൻ. അച്ഛൻ പറഞ്ഞതൊക്കെ ശരി തന്നെ, 100 വട്ടം ശരി. ഇനിയൊരു കാര്യം പറയട്ടെ. ആ പെണ്ണ് എനിക്കവൾ ആരുമല്ല എന്നതല്ല, ഞാൻ അവളെ സഹായിക്കാത്തതിന് കാരണം. അതിന് കാരണം ഒന്നേ ഉള്ളൂ. അവളെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ നല്ലത് ചെയ്താലും മോശം ചെയ്താലും എനിക്ക് കേൾക്കേണ്ടത് ഇങ്ങനെ ചോറ് തന്ന കണക്കാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഇപ്പം എന്താ വേണ്ടേ? ആ പെണ്ണിവിടെ വേണം, കൊണ്ടുവരാം. അവളെ കൂട്ടിയേ ശിവ ഇനി ഈ വീട്ടിൽ തിരിച്ചു വരും. ആരെയും പേടിച്ചിട്ടോ അല്ലെങ്കിൽ അവളെങ്ങാനും ചത്ത് മലച്ചാലോ എന്ന് പേടിച്ചിട്ടോ ഒന്നുമല്ല. 10-28 കൊല്ലം ഇവിടെ നിങ്ങൾ വിയർപ്പിൻ്റെ ചോറ് തിന്ന കണക്ക് പറഞ്ഞില്ലേ, അതിന് പകരമായി കണ്ടാൽ മതി. തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മയെയും കുഞ്ഞോളെയും പിടിച്ചു മാറ്റി അടുക്കള വഴി തന്നെ പുറത്തേക്ക് നടന്നു അവൻ. സുഭദ്രാമ്മയുടെ കരച്ചിൽ അല്പം ഉച്ചത്തിലായി. അച്ഛ. ആനി അച്ഛൻ്റെ അടുത്തേക്ക് വന്നതും ശേഖരൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് സിറ്റൗട്ടിലേക്ക് നടന്നു. അബിയും അനിയും അച്ഛന് പിന്നാലെ തന്നെ ചെന്നു. അച്ഛൻ ടെൻഷനാവണ്ട, ഞാൻ നമ്മുടെ പ്രവീണിനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ അവൻ്റെ ആളുകളെ കൂട്ടി ഇന്ന് തന്നെ അങ്ങോട്ട് പോകും. അബി അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് ഗൗരവത്തോടെ പറഞ്ഞു. അത് കേട്ടതും ശേഖരൻ അവനെ നോക്കി അർത്ഥം വെച്ചൊന്ന് ചിരിച്ചു. ശേഖരൻ്റെ വീട്ടിൽ കയറി അവളെ പിടിച്ചു കൊണ്ടുപോകാൻ ഇനി ഒരിക്കലും ഒരുത്തനും ധൈര്യം ഉണ്ടാകരുത്. അതിന് നിന്റെ പ്രവീണും കൂട്ടാളികളൊന്നും പോരാ. ഇപ്പം ഇറങ്ങിപ്പോയവൻ തന്നെ അവിടെ എത്തണം. കൊടുക്കേണ്ട പോലെ കൊടുക്കാൻ നമ്മുടെ ശിവയേക്കാൾ കഴിവ് വേറൊരുത്തനും ഇല്ലട മോനെ. ഇതവൻ നോക്കിക്കോളും. പിന്നെ അവൻ ആ താഴെ പറമ്പിലെ ചെറുക്കൻ്റെ കൂടെ കാണും. കുഞ്ഞോളോട് സരസ്വതിയെ കൂട്ടി അങ്ങോട്ടൊന്ന് പോകാൻ പറ. എന്നിട്ട് വേണ്ട വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ. കുടിലത നിറഞ്ഞൊരു വിജയ ചിരിയോടെ ശേഖരൻ പറഞ്ഞതും അബിയുടെ മുഖം സ്വല്പം ഒന്നിരുണ്ടുപോയി. രുദ്രൻ കുഞ്ഞിനോട് ഇത്തിരി സ്നേഹത്തിലൊന്ന് പറഞ്ഞു മനസ്സിലാക്കൂ കുഞ്ഞോളെ. അതൊരു പാവം കുട്ടിയാ. ഈ പ്രായത്തിനിടെ അനുഭവിക്കാത്ത കഷ്ടപ്പാടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ പറ. ശിവയെ തിരിഞ്ഞ് സച്ചുവിൻ്റെ വീട്ടിലേക്ക് നടക്കിയ സരസ്വതിയമ്മ കുഞ്ഞോളെ നോക്കി വിഷമത്തോടെ പറഞ്ഞു. ഞങ്ങളോടും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ഇതിപ്പോൾ അച്ഛനും ഏട്ടനും വഴക്കു കൂടിയില്ലേ? എല്ലാം അറിഞ്ഞു വെച്ചിട്ടും തങ്ങളോട് ആരോടും ഒന്നും പറയാതെ മറച്ചു വെച്ച പരിഭവത്തോടെ കുഞ്ഞോൾ പറഞ്ഞു. അയ്യോ എൻ്റെ കുഞ്ഞെ, അങ്ങനെയൊന്നും പറയല്ലേ. എല്ലാവരോടും എല്ലാം പറയണം എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. മുതലാളിയെ പറഞ്ഞത് ഇപ്പോൾ ഒന്നും ആരും അറിയേണ്ടെന്ന് സരസ്വതിയമ്മ പെട്ടെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞതാണെന്ന് പറഞ്ഞതും കുഞ്ഞോൾ പിന്നെ മറ്റൊന്നും പറഞ്ഞില്ല. സച്ചുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ കണ്ടു അവിടെ കോലായിലിരുന്ന് സിഗരറ്റ് പുകയ്ക്കുന്ന ശിവയെ. കുഞ്ഞോൾ വരുന്നത് കണ്ടതും ശിവ അല്പം അമർഷത്തോടെ തന്നെ കയ്യിലെ സിഗരറ്റ് ദൂരേക്ക് എറിഞ്ഞു. ഇനി എന്താ പ്ലാൻ? സച്ചു ഗൗരവത്തോടെ ശിവയെ നോക്കി. ഏട്ടാ. പെട്ടെന്നാണ് സച്ചുവിൻ്റെ പിന്നിൽ നിന്നും കുഞ്ഞോളെ ശബ്ദം കേട്ടത്. കേൾക്കേണ്ട താമസം അവൻ പൊടുന്നനെ തിരിഞ്ഞു നോക്കി. കുഞ്ഞോളാവട്ടെ സച്ചുവിനെ നോക്കിയതേയില്ല. വീട്ടിലേക്ക് പോകാൻ നോക്കൂ കുഞ്ഞോളെ, ശിവ മറ്റെങ്ങ് നോക്കി അലസമായി പറഞ്ഞു. കുഞ്ഞോൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഏട്ടൻ അമ്മയുടെ അടുത്തേക്ക് പോകില്ലേ?
കുഞ്ഞോൾ അവൻ്റെ അടുത്തേക്ക് നിന്ന് കയ്യിൽ മുറുക്കി പിടിച്ചു. സച്ചുവിൻ്റെ കണ്ണുകൾ കുഞ്ഞോളെ മാത്രം നോക്കി നിന്നു. പിന്നെ എൻ്റെ കുഞ്ഞമ്മയുടെ മോളല്ലേ അവൾ, ഓടിച്ചെന്നങ്ങ് കാണാൻ, ശിവ ദേഷ്യത്തോടെ പറഞ്ഞു. അങ്ങനെ പറയല്ല കുഞ്ഞെ, നമ്മളല്ലാതെ അവളെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ വേറെ ആരുമില്ല. അവിടെ ഉള്ളവരിതിനെ കൊന്നു കളയും, സരസ്വതിയമ്മ ആവലാതിയോടെ പറഞ്ഞു. ഓ, അതോർത്തിട്ടാവും അവിടെ നിന്ന് മൂങ്ങിയതല്ലേ? ശിവ സരസ്വതി അമ്മയ്ക്ക് നേരെ ചൊടിച്ചു. സരസ്വതി അമ്മയ്ക്ക് അങ്ങനെ അറിയാം യാമിയെ രക്ഷിക്കാൻ ആരുമില്ലെന്ന്. അവളെ അവർ കൊല്ലുമെന്നൊക്കെ സച്ചു സംശയത്തോടെ ചോദിച്ചു. ഞാനാ അവളെ മുതലാളിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്, സരസ്വതി അമ്മ ശിവയെ നോക്കി മെല്ലെ പറഞ്ഞു. ഓ, അപ്പോൾ എന്നെ തല്ല് കൊള്ളിക്കാൻ ആ മാരണത്തെ ഇറക്കിയത് നിങ്ങളാല്ലേ? ശിവ ഇരുന്നിടത്തു നിന്ന് ചാടി എണീറ്റുകൊണ്ട് സരസ്വതി അമ്മയുടെ നേർക്ക് വന്നു. സരസ്വതി അമ്മ പേടിയോടെ പിന്നോട്ട് നീങ്ങിപ്പോയി. ഏട്ടൻ അവളെ രക്ഷിക്കില്ലേ അപ്പോൾ? കുഞ്ഞോള അവൻ്റെ കയ്യിലെ പിടി വിടാതെ ചോദിച്ചു. എനിക്കെങ്ങും വയ്യ, ശിവ പിന്നെയും ചൊടിച്ചു. അങ്ങനെ പറയില്ലേ കുഞ്ഞെ, 10ാം വയസ്സിൽ സ്വന്തം അമ്മ ജീവനോടെ കത്തിയിരുന്നത് കണ്ട് മനസ്സ് തകർന്നവളാ. അന്ന് തൊട്ട് ഇന്ന് വരെ കഷ്ടപ്പാടല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ ജീവിതത്തിൽ. സഹായിക്കാൻ കൂടെ പിറപ്പോ കൂട്ടുകുടുംബക്കാരോ ബന്ധുക്കളോ ഒന്നുമില്ല. നമ്മളാരും ചെന്നില്ലെങ്കിൽ അവളും അവളുടെ അമ്മ ചെയ്ത പോലെ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. കൈ ഒഴിയല്ലേ കുഞ്ഞെ. സരസ്വതിയമ്മ കരഞ്ഞുകൊണ്ട് ശിവയുടെ കയ്യിൽ പിടിച്ചു. ശിവ ഒന്നും മിണ്ടാതെ തൻ്റെ ദേഷ്യം അടക്കി നിന്നു. അവളുടെ വീടും നാടുമൊക്കെ അറിയോ സരസ്വതിയമ്മയ്ക്ക്? സച്ചു ചോദ്യത്തോടെ അവർക്ക് അടുത്തേക്ക് വന്നു. നിങ്ങൾ അവളെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ രാമേട്ടനെ ചെന്ന് കണ്ടാൽ മതി. കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞു തരും. അഭിമുഖം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സരസ്വതിയമ്മ വീണ്ടും ശിവയെ ഒന്ന് നോക്കി. ഓ, അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാം. പൊട്ടനാട്ടം കാണുന്നത് പോലെ ഞാനേ ഉള്ളൂ ആ വീട്ടിൽ, ശിവ അരിശത്തോടി പറഞ്ഞു. ദേഷ്യപ്പെടല്ലേ ഏട്ടാ, അബേട്ടനോട് അച്ഛൻ പറഞ്ഞതാ. ഏട്ടൻ്റെ ഡ്രസ്സും മറ്റും ഈ കവറിലുണ്ട്. കഴിയുമെങ്കിൽ രാമിയെ രക്ഷിക്കണം. വേറെ ആരും ഇല്ലാഞ്ഞിട്ടല്ലേ ഏട്ടാ? ഒരു കവർ കോലായി തിന്നലേക്ക് വെച്ചുകൊണ്ട് കുഞ്ഞോൾ അവനോട് പറഞ്ഞു. പിന്നെ ആരെയും നോക്കാതെ സരസ്വതിമയെ കൂട്ടിമെല്ലെ തിരിഞ്ഞു നടക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവൾ ഒരു നോട്ടം നോക്കാതെ പോകുന്നത് കാണി സച്ചുൻ്റെ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു. നോക്കി നിൽക്കാതെ വാടാ. കണ്ണിൽ നിന്നും മറയുവോളം കുഞ്ഞോളെ നോക്കി നിൽക്കുന്നവൻ്റെ പുറത്തുനിന്ന് തല്ലിക്കൊണ്ട് അവൻ്റെ ബൈക്കിലേക്ക് കയറിയിരുന്നു ശിവ. നമ്മളെങ്ങോട്ടാ ആദ്യം? സച്ചു അവനൊപ്പം ബൈക്കിൽ പിന്നിൽ കയറി ഇരുന്നു കൊണ്ട് ചോദിച്ചു. രാമച്ചനെ കാണാം. ശിവയുടെ ബൈക്ക് അതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. ബസ് സ്റ്റാൻഡിലെ ദിനേശൻ പറഞ്ഞിട്ടാ അവരെന്നെ തിരഞ്ഞു വന്നത്. ഒന്നും അറിയില്ലെന്ന് കുറേ പറഞ്ഞതാ. കേൾക്കേണ്ടേ? പിന്നെയും പിന്നെയും ചോദിച്ചത് എന്നെ ചോദിച്ചു. മരിച്ചാലും ഞാൻ സത്യം പറയില്ലെന്ന് തോന്നിയത് കൊണ്ടാ തല്ലി ദേഷ്യം തീർത്തത്. എന്നാലും കുറച്ച് തല്ലി കിട്ടിയെങ്കിലും വേണ്ടില്ല, അവറ്റകൾ പോയല്ലോ എന്ന സമാധാനത്തിൽ നിൽക്കുകയായിരുന്നു ഞാൻ. സരസ്വയും യാമിമോളും അറിഞ്ഞ അവരുടെ സമാധാനം കൂടെ പോകുമെന്ന് കരുതിയ അവരെ വിളിച്ചൊന്നും പറയാതിരുന്നത്. ഇതിപ്പോൾ ഞാൻ പറയാതെ തന്നെ അവരവിടെ എത്തിയെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല രുദ്രകുഞ്ഞെ, അവരവിടെയുള്ള കാര്യം ആരാ അവരോട് പറഞ്ഞതെന്ന്. ഗവൺമെൻറ് ആശുപത്രിയിൽ പ്ലാസ്റ്റർ ഇട്ട കൈയും നെറ്റിൽ ചെറിയൊരു വെച്ചുകെട്ടുമൊക്കെ വെച്ച് അവശനായി ഇരിക്കുകയാണ് രാമച്ചൻ. യാമിയെ തൻ്റെ കൂടെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ട ആരോ ആണ് അവരെ വിവരം അറിയിച്ചത്. അറിഞ്ഞ പാടെ തന്നെ തേടി അവർ വരികയും ചെയ്തു. പക്ഷെ ചോദിച്ചതിനൊന്നും അറിയില്ലെന്നല്ലാതെ ഒരു മറുപടിയും കൊടുത്തില്ല രാമച്ചൻ. അതാണിപ്പോൾ ഈ കിടപ്പ്. അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കിയ വിവരം രാമച്ചനും സരസുനും മാത്രമല്ലേ അറിയൂ. നിങ്ങളെ കൂടാതെ മറ്റാർക്കെങ്കിലും അറിയുമോ? ശിവ രാമച്ചൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഇല്ല കുഞ്ഞെ, അങ്ങനെ ആരോടും പറയാൻ പറ്റിയ കാര്യമല്ലല്ലോ. ആ കുട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ശേഖരൻ മുതലാളി അവിടെ ഉണ്ടല്ലോ എന്ന ധൈര്യത്തിലാണ് ഞാൻ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട കുട്ടിയാ കുഞ്ഞെ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്. ഈശ്വരൻ കൂടെ ഉണ്ടാവും. പിന്നെ പുള്ളിക്ക് അതല്ലേ ജോലി. എൻ്റെ രാമച്ച, ഞാൻ അല്ലെങ്കിലേ ചൊറിഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ സഹതാപം പറച്ചിലും മേന്മ പറച്ചിലും ഒന്നും വേണ്ട. ശിവ സ്വല്പം അരിശത്തോടെ ഒരു ഓറഞ്ച് എടുത്ത് തൊളിച്ചു. നിങ്ങളെങ്ങനെയാണ് യാമിയെ അവിടെ ശിവയുടെ വീട്ടിലെത്തിച്ചത്? ബസ്സിലാണോ? അപ്പോൾ ആരെങ്കിലും നിങ്ങളെ കാണുകയോ വിശേഷം തിരക്കുകയോ ചെയ്തിരുന്നോ? രാമച്ചൻ പറഞ്ഞതൊക്കെ കേട്ട സച്ചു ചെറിയൊരു ആലോചനയ്ക്ക് ശേഷം ചോദിച്ചു. അല്ല മോനെ, അതൊന്നും ഞാൻ മോളെ ആരും കാണരുതെന്ന് കരുതി എൻ്റെ ഒരു പരിചയക്കാരൻ്റെ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഇനി അവരെങ്ങാനും അവനെ പോയി കണ്ടോ? ഉണ്ടാവും. അവനല്ലാതെ മറ്റാർക്കും അറിയില്ല ഞാൻ ആ കുട്ടിയെ അവിടെ വീട്ടിലാക്കിയത്. യാമി അവിടെയുള്ളത് എങ്ങനെ അവരറിഞ്ഞു എന്ന് വ്യക്തമായ പോലെ രാമച്ചൻ സച്ചുവിനെ നോക്കി പറഞ്ഞു.
അതൊക്കെ വീട്. ഇപ്പം ഇത് പറ, എവിടെയാ അവളുടെ വീട്? വീട്ടുപേരോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ താലൂക്കോ, അല്ലെങ്കിൽ പറഞ്ഞാൽ അറിയുന്ന ആരുടെയെങ്കിലും പേരോ, അങ്ങനെ വല്ലതും അറിയുമെങ്കിൽ പറ. രണ്ടല്ലി ഓറഞ്ച് എടുത്ത് രാമച്ചൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തെഴുന്നേറ്റുകൊണ്ട് ശിവ ചോദിച്ചു. അങ്ങനെ ഇപ്പോൾ അവളുടെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനെന്നല്ലേ പറഞ്ഞത്? പേര് രവീന്ദ്രൻ. അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ചോദിക്കാൻ അവളുടെ അമ്മ തീ കൊളുത്ത് ആത്മഹത്യ ചെയ്തതായിരുന്നു. അങ്ങനെ ചോദിച്ചാലും മതി. പിന്നെ വീട്ടുപേരെന്തോ എന്നാ കുട്ടി പറഞ്ഞിരുന്നു. എന്താ അത്? നന്ദൻ എന്നോ അതോ നന്ദിൻ എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. കൃത്യമായി എനിക്കറിയില്ല. യാമി പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് രാമച്ചൻ ശിവയെ നോക്കി പറഞ്ഞു. ആ മതി മതി, ഇതൊക്കെ വെച്ച് അന്വേഷിച്ച് നോക്കട്ടെ. ഇതൊന്നുമില്ലെങ്കിൽ തലയ്ക്ക് വെളിവില്ലാത്തൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അങ്ങനെ ആ വഴിക്കും ഒന്ന് ചോദിച്ചു നോക്കാം. രാമച്ചനെ നോക്കി പറയുന്നതിനോടൊപ്പം ശിവ അവൻ്റെ പേഴ്സിൽ നിന്നും കുറച്ച് പണം എടുത്ത് രാമച്ചൻ കിടക്കുന്ന തലയിലേക്ക് കീഴെ വെച്ചു കൊടുത്തു. ഇതൊന്നും വേണ്ട കുഞ്ഞെ, കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട്. രാമച്ചൻ അവനെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. ഉള്ളതിൻ്റെ കൂടെ ഇതൂടെ ഇരിക്കട്ടെ എൻ്റെ രാമച്ച. ആവശ്യമുള്ളപ്പോൾ എടുക്കാന്നേ. ഇനിയിപ്പോൾ ആവശ്യം വന്നില്ലെങ്കിൽ എടുത്തു വെച്ചേക്ക്. ഞാനിതുപോലെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ സഹായിച്ചാൽ മതി. ശിവ കളിയാക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നുകൊണ്ടു. കുഞ്ഞെ, രാമച്ചൻ പെട്ടെന്ന് അവനെ വിളിച്ചു. ശിവയും സച്ചുവും ഒരുപോലെ തിരിഞ്ഞു നോക്കി. ആ കുട്ടിക്ക് അങ്ങനെ അസുഖമൊന്നുമില്ല. അവർ പറഞ്ഞുണ്ടാക്കിയതാ. പാവ, രക്ഷിക്കാൻ വേറെ ആരുമില്ല. അതിന് കൈവിടല്ലേ കുഞ്ഞെ. ശിവയെ നോക്കി അത്രയും താഴ്മയോടെ രാമച്ചൻ പറഞ്ഞു. ആ പെണ്ണിനെന്ത് സൂക്കേടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കൊന്നും ഇല്ല എൻ്റെ രാമച്ച. ആ പരനാറി എൻ്റെ കൈക്ക് പണിയുണ്ടാക്കാനായി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ ആ സാധനത്തിന് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുക. അതാണ് എൻ്റെ ജോലി. ബാക്കിയൊക്കെ നിങ്ങളായി, നിങ്ങളുടെ മുതലാളിയായി. പിന്നെ താലി കെട്ടിയൊരുത്തി കൂടെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആരുമില്ലാത്ത പോലെ ആശുപത്രിയിൽ കിടക്കുന്നേ? സരസു സ്ട്രോങ് അല്ലേ? വിളിച്ചു പറ. ഒരുത്തൻ വന്ന് ചെറുതായി ഒന്ന് കൈ തല്ലി ഒടിച്ചിട്ട് പോയെന്ന്. സരസു, നീ ഒന്ന് ഇവിടം വരെ വാ എന്ന് ഇപ്പം തന്നെ വിളിക്ക്. ഇല്ലേ ഞാൻ വിളിച്ചു പറയും രാമച്ചൻ ഇവിടെ അത്യാഹിത വിഭാഗത്തിൽ സീരിയസ് ആയി കിടക്കുകയെന്ന്. ചെറിയൊരു ചിരിയോടെ രാമച്ചനെ നോക്കി പറഞ്ഞുകൊണ്ടവൻ ഉടുത്തിരുന്ന മുണ്ടും മടക്കി കുത്തി പുറത്തേക്ക് നടന്നു. അവന് പിന്നാലെ തന്നെ അതേ ചിരിയോടെ സച്ചുവും. അവൻ ആ കുട്ടിയെ കണ്ടെത്തി കാണുമോ അച്ഛ? അവൻ ഇനി അവളെ വേറെ എവിടേക്കെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിലോ? രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കെ അനി അച്ഛനോട് ചോദിച്ചു. എങ്ങോട്ട് മാറ്റിയാലും രുദ്രൻ ആ കുട്ടിയെ കൊണ്ടോ ഈ വീട്ടിലേക്ക് വരും, അതെനിക്ക് ഉറപ്പുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ രാജശേഖരൻ പറഞ്ഞു. എനിക്കെന്തോ ഇക്കാര്യത്തിൽ അത്ര വിശ്വാസമില്ലാട്ടോ അച്ഛ. അബി അവന് തോന്നിയ കാര്യം വ്യക്തമാക്കി. എന്നാലും ഇവിടുന്ന് പിടിച്ചുകൊണ്ടു പോകുമ്പോൾ തന്നെ രുദ്രൻ അയാളെ തടയാമായിരുന്നു. ഇതിപ്പോൾ ഈ വീട്ടിൽ കയറി കയ്യൂക്ക് കാണിച്ച പോലെ ആയില്ലേ? അജു തൻ്റെ അഭിപ്രായം പറഞ്ഞു. അതിന് ഈ വീടിനെക്കുറിച്ചും ഇവിടെയുള്ളവരുടെ അഭിമാനത്തെക്കുറിച്ചുമൊക്കെ ബോധമുള്ളവനാവണ്ടേ അജു? ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നത് അച്ഛനാണെന്ന് അവൻ അറിയാലോ. അപ്പോൾ അത് അച്ഛൻ്റെ അഭിമാന പ്രശ്നമാണെന്നും അവൻ ഊഹിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ രുദ്രൻ അച്ഛനെ അപമാനിക്കാൻ മനഃപൂർവ്വം കൈ കെട്ടി നോക്കി നിന്നതാ. അനിയുടെ ഭാര്യ തീർത്ത ഇഷ്ടക്കേടോടെ പറഞ്ഞു. വെറുതെ വേണ്ടാത്തത് ചിന്തിക്കല്ലേ താനോ? അതൊന്നുമല്ല. പ്രശ്നം ഇത്ര വലുതാണെന്നൊന്നും അവൻ ഓർത്ത് കാണില്ല. അതാ. അനി ഭാര്യയെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, അവൻ ചെയ്യുന്നതൊക്കെ അനിയേട്ടന് അങ്ങനെയാണല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് കുഞ്ഞോളെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടാ അവൻ വിളിച്ചോണ്ട് വന്നത്? എൻ്റെ ഏട്ടൻ എന്ത് ചെയ്തിട്ടാ കുഞ്ഞോൾ ഇവിടെ ഇങ്ങനെ ആരുമില്ലാത്ത പോലെ കഴിയുന്നത്? അവൻ ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആരും ഒന്നും ചോദിക്കേയില്ല, പറയേയില്ല. എതിർവശത്തിരുന്ന് തല താഴ്ത്തി വെറുതെ ഭക്ഷണം കഴിക്കുന്നതായി ഭാവിച്ചിരിക്കുന്ന കുഞ്ഞോളെ നോക്കി താൻ പറഞ്ഞു. കുഞ്ഞോളെ കാര്യം വീട്ടെ ഏട്ടത്തി, അതവൻ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതൊന്നുമല്ല. അവൾക്ക് തേജേട്ടൻ്റെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ. അതവൾ നമ്മളോടൊക്കെ നേരിട്ട് പറഞ്ഞതല്ലേ. ഇഷ്ടമില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്നതിനും നല്ലത് പിരിയുന്നത് തന്നെയാണ്. കുഞ്ഞോളുടെ അടുത്തിരുന്ന അബി ഏട്ടത്തിയെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. കുഞ്ഞോളൊന്നും മിണ്ടിയില്ല. ഒന്നും കഴിക്കാതെ തല കുനിച്ചതേ ഇരിപ്പിരുന്നു പോയി. ഇടം കണ്ടാൽ തൻ്റെ മകളെ നോക്കിയ രാജശേഖരനും. അതെന്തുകൊണ്ടെന്ന അബി എനിക്കറിയേണ്ടത്. എൻ്റെ വീട്ടിൽ ഇവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായിട്ടാ? എൻ്റെ ഏട്ടൻ ഇവളെ എന്ത് ചെയ്തിട്ടാ ഇവൾക്ക്? ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല താനും. അതേക്കുറിച്ച് സംസാരിക്കാനും തീരുമാനമെടുക്കാനും ഇവിടെ ഞാനും അവിടെ മോളുടെ അച്ഛനും ജീവിച്ചിരിപ്പുണ്ട്. പ്രശ്നം എന്തായാലും തീരുമാനം ഞങ്ങൾ എടുത്തോളാം. ഒന്നും മിണ്ടാതിരിക്കുന്ന സുഭദ്രാമയെ ഒന്ന് കനപ്പിച്ച് നോക്കി പറഞ്ഞുകൊണ്ട് രാജശേഖരൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റ് കൊണ്ടുപോയി. അനിയുടെ കണ്ണുകൾ തൻ്റെ ഭാര്യയെ ശാസനയോടെ നോക്കി.
എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ അച്ഛാ ഞാൻ, സോറി. താനും അച്ഛനെ നോക്കി തല താഴ്ത്തി പറഞ്ഞു. രാജശേഖരൻ ഒന്നും മിണ്ടാതെ തൻ്റെ റൂമിലേക്ക് നടന്നു. അച്ഛൻ എഴുന്നേറ്റ് പോയതും കുഞ്ഞോളും വേഗം കഴിപ്പ് നിർത്തി എഴുന്നേറ്റ് പോയി. അതോടെ എല്ലാവരുടെയും മുഖവും മ്ലാനമായി. അത് തന്നെയല്ലേടാ വീട്. അന്വേഷിച്ചറിഞ്ഞ യാമയുടെ വീടെന്ന് ഏകദേശം ഊഹമുള്ളൊരു വീടിൻ്റെ മതിലിനോട് ചേർന്ന് ശിവ ബൈക്ക് നിർത്തിയതും സച്ചു ചുറ്റുപാട് നോക്കിക്കൊണ്ട് ചോദിച്ചു. ചുറ്റും വലിയ വലിയ വീടുകളും മതിൽക്കെട്ടുകളുമുള്ള സമ്പന്നരുടെ ഒരു കോളനി തന്നെയായിരുന്നു അവിടം. സമയം രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ശിവ ബൈക്കിൽ ചാരി നിന്നൊരു സിഗരറ്റ് എടുത്ത് പുകച്ചു. ഡാ, നിന്നോടാ ചോദിച്ചത്, ഇത് തന്നെയാണ് വീടെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ശിവയുടെ കയ്യിൽ നിന്നും ആ സിഗരറ്റ് വാങ്ങി ഒരു പഫ് എടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. അത്രക്ക് ഉറപ്പുണ്ടാവാൻ ഇതെൻ്റെ അച്ചി വീടല്ല. ചോദിച്ചപ്പോൾ ഇതാണെന്നല്ലേ പറഞ്ഞത്, പോയി നോക്കാം. ശിവ ആ വീട് മുഴുവനായെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. പോയി നോക്കാനോ? ഈ സമയത്തോ? സച്ചു കണ്ണു മേടിച്ചവനെ നോക്കി. ഈ സമയത്തിന് എന്താ കുഴപ്പം? ശിവ കൂസലില്ലാതെ ചോദിച്ചു. ഡാ, ആദ്യം വീട് ഇത് തന്നെയാണോ എന്ന് ഉറപ്പ് വേണം. പിന്നെ അവൾ ഇവിടെ ഉണ്ടോ എന്നും അറിയണം. എന്നിട്ട് മതി നേരിട്ട് മുട്ടുന്നത്. വീടെങ്ങാനും മാറിപ്പോയാൽ നാണം കെട്ട് തിരിച്ചു വരേണ്ടി വരും. നിനക്ക് പ്രശ്നമില്ല. എൻ്റെ കാര്യം അങ്ങനെയാണോ? ഒന്നുമില്ലെങ്കിലും അറിയപ്പെടുന്ന ഒരു വക്കീലല്ലേ ഞാൻ? തികച്ചും ഗൗരവത്തോടെ സച്ചു ചോദിച്ചു. എവിടെ അറിയപ്പെടുന്ന വക്കീല? ശിവ സകലമാന പുച്ഛവും മുഖത്ത് നിറച്ചുകൊണ്ടവനെ നോക്കി. എൻ്റെ വീട്ടിൽ. എന്തേ? കുന്ത, ചുമ്മാ ചളി അടിക്കാതെ അങ്ങോട്ട് മാറി നിൽക്കടാ. ഞാൻ പോയി ആ വീടൊന്ന് സെർച്ച് ചെയ്തിട്ട് വരാം. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം, ഓക്കെ? ഉടുത്തിരുന്ന മുണ്ടൊന്ന് മുറുക്കിയെടുത്ത് മൊബൈൽ അരയിൽ തിരുകിക്കൊണ്ട് ശിവ കാര്യമായി പറഞ്ഞു. എന്നിട്ട് ആ വീട് ലക്ഷ്യമാക്കി നടന്നു.